ഒരിക്കൽ ഒരു ഘോരവനത്തിനുള്ളിൽ വേട്ടയാടാൻ ഇറങ്ങിയ വേടനെ ഒരു പാമ്പ് ആക്രമിക്കാൻ ശ്രമിച്ചു. വേടൻ ഉടനെ തന്റെ പക്കലുണ്ടായിരുന്ന മഴു എടുത്ത് പാമ്പിനെ ആഞ്ഞു വെട്ടി. എന്നാൽ പാമ്പ് ചത്തില്ല. അത് ഇഴിഞ്ഞു വനത്തിലേക്ക് പോയി. താൻ നോവിച്ചുവിട്ട പാമ്പ് തന്നെ തിരിച്ച് ആക്രമിച്ചാലോ എന്ന വിചാരത്തിൽ വേടൻ പാമ്പിനെ പിന്തുടർന്ന് വനത്തിലേക്ക് പോയി. അവിടെ ഒരു പുറ്റിന്റെ മുകളിൽ ചുറ്റിയിരിക്കുന്ന പാമ്പിനെ കണ്ട വേടൻ അതിനെ വീണ്ടും വെട്ടാൻ ആഞ്ഞു. അപ്പോഴേക്കും പാമ്പ് അപ്രതീക്ഷമാകുകയും പുറ്റ് പിളർന്ന് അതിൽ നിന്ന് ഒരു വലിയ ജലപ്രവാഹം ഉണ്ടാകുകയും ചെയ്തു. അമ്പരന്ന് നിന്ന വേടന്റെ മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. ഭയപ്പെടേണ്ടതില്ലെന്നും പുറ്റിനുള്ളിൽ സാക്ഷാൽ ആദി പരാശക്തി കുടികൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജലപ്രവാഹം നിലച്ചപ്പോൾ പുറ്റിനുള്ളിൽ നിന്നും വിഗ്രഹം എടുത്ത് സന്യാസി വേടനെ ഏൽപ്പിച്ചു. വിഗ്രഹത്തെ വനദുർഗ ദേവി സങ്കല്പത്തിൽ ആരാധിച്ചാൽ ഏവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാകും എന്ന് പറഞ്ഞ് സന്യാസി അപ്രതീക്ഷമായി. സന്യാസിയായി വന്നത് നാരദ മുനിയാണെന്ന് അന്ന് രാത്രി വേടൻ സ്വപ്നദർശനമുണ്ടായി. ആ വിഗ്രഹമാണ് ഇന്ന് ചക്കുളത്തുകാവിൽ അർച്ചിക്കുന്നതെന്നാണ് ഐതിഹ്യം. വേടനും കുടുംബവും ആ പ്രദേശം വിട്ടുപോകാതെ ദേവിയെ സേവിച്ചു കഴിഞ്ഞു പോന്നു. ദിവസവും പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ദേവിക്ക് നിവേദിച്ചതിനു ശേഷം മാത്രമേ അവർ ഭക്ഷിച്ചിരുന്നുള്ളൂ. ഒരു ദിവസം അവർക്ക് ദേവിക്ക് വേണ്ടി അർപ്പിക്കാൻ ഭക്ഷണ സാധനങ്ങൾ ഒന്നും ലഭിച്ചില്ല. അന്ന് ദേവിക്ക് ഭക്ഷണം നൽകാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖത്തിൽ ഇരിക്കവേ മരച്ചുവട്ടിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം പാകം ചെയ്ത നിലയിൽ ഇരിക്കുന്നത് കണ്ടു. ഉടൻ അന്തരീക്ഷത്തിൽ നിന്ന് അശരീരി കേൾക്കുകയുണ്ടായി. ഇത് നിങ്ങൾക്കുള്ള ഭക്ഷണമാണ്. നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാകുന്നു. ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക. ഭക്തിയോടെ എവിടെ വിളിച്ചാലും ഞാൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത്. ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അവരിലൊരാളായി അമ്മയും ഉണ്ടാകും എന്നാണ് വിശ്വാസം.